ഇന്ന് രാവിലെ തന്നെ നമ്മൾ തുമ്പപ്പാറയ്ക്ക് പോവുകയാണേ. പുലിയറയെന്നും കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് തുമ്പപ്പാറ. ഇങ്ങോട്ട് നോക്കൂ. കൂടെ 2 ബോഡി ഗാർഡ്സ് ഉണ്ട്. അഞ്ജുവും അനീറ്റയും 2 പെങ്ങടെ മക്കൾ. ഇങ്ങനെ തുടങ്ങുവാണെന്നുണ്ടെങ്കിലും 3 കൂടെ നാട്ടുവർത്താനവും പഴംപുരാണവും എല്ലാം പറഞ്ഞുകൊണ്ട് ആ കാട്ടുവഴി കൂടെ അങ്ങ് നടന്നു പോവാണ്. ഈ സ്ഥലം അത്ര കാടൊന്നുമല്ല, കണ്ടില്ലേ, താഴെ ഒരു തോടുണ്ട്. തോടിൻ്റെ സൈഡിലൂടെയാണ് ഈ വഴി പോകുന്നത്. നടുചലത്ത് കാട്ടിക്കൂടൊന്നും അല്ല, കുറച്ച് 2 സ്ഥലത്തും നിറയെ പറമ്പുകളും വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ഏരിയയുടെ പുറകുവശത്തെല്ലാം കാടാണ്. ഈ അരുവിയെല്ലാം ചെന്ന് ചേരുന്ന താഴെ ഒരു തോട്ടിലോട്ടാണ്. ആ തോടിൻ്റെ അക്കരെ ഇക്കരെ എല്ലാം വീടുകളുണ്ട്. ഇപ്പോൾ കുറേ പേരൊന്നും ഇല്ല, കുറേ വീടുകളെല്ലാം ഒഴിഞ്ഞു പോയി, കുറേ പേര് വിറ്റുപോയി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ തുമ്പപ്പാറ ഏകദേശം എത്തി. അവിടുത്തെ അയ്യപ്പ ക്ഷേത്രമാണ്. നിത്യപൂജയൊന്നും ഇല്ലാത്ത അമ്പലമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾക്കാർ, അതായത് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ പരിപാടികളുണ്ടാവും. വഴിയിലൊരു ഞണ്ടിനെ കണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു. വേറൊരു അരുവി ഇതേ കണ്ടോ. ഈ വഴിയെ നിറയെ അരുവിയുണ്ട്. എല്ലാം താഴത്തെ തോട്ടിലോട്ടാണ് ചെന്ന് ചേരുന്നത്. പിന്നെ ഇവിടുത്തെ പറമ്പിലൊക്കെ മറ്റേ പണിയെടുക്കുന്ന ബംഗാളി ചേട്ടന്മാരെയൊക്കെ വഴി വെച്ച് കാണാൻ പറ്റും. ചാടിക്കാം. ഒരു വലിയ മരം ഉണ്ടായിരുന്നു ഓറഞ്ചിൻ്റെ ഇവരുടെ വീട്ടിൽ. ഈ വെള്ളച്ചാട്ടം വരുന്ന വഴിയില്ലേ, ഈ വെള്ളച്ചാട്ടം വരുന്ന വഴി ഈ അരുവിയെ കൂടെ കയറി അങ്ങ് കയറൂലേ. കയറി കഴിഞ്ഞാൽ മേളത്തെ റോഡെത്തും. അതിൽ കൂടെ പണ്ട് തറവാട്ടി പോയിക്കൊണ്ടിരുന്നത്. കാപ്പി നല്ലോണം പഴുത്ത് കിടപ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. ആന വരാണ്ടിരിക്കാൻ വേണ്ടി അറുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. ആ കമ്പിയുടെ നടുക്കൂടെ കയറും. ഇവിടെ ഈ ഇടയ്ക്കായിട്ട് ആനശല്യം, ഒരു 2-3 വർഷമായിട്ട് ആനശല്യം ഉണ്ട് ഇവിടെ. അയ്യോ, നമ്മളെന്തായാലും തുമ്പപ്പാറയിലുള്ള മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരോട് സംസാരിച്ച് വിശേഷങ്ങളെല്ലാം ചോദിച്ച് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. പുലിയറയിലുള്ള മാമൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു ഫങ്ഷനുണ്ട്. അതിനാണ് നമ്മൾ പട്ടപ്പാടിയിലോട്ട് വന്നേക്കുന്നത്. എന്നെ തള്ളി ഇട്ടിട്ട് നിങ്ങൾ തന്നെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. ഉണ്ട്, പറിക്കാറായി നിൽപ്പുണ്ട് ഒക്കെ. ഉരുൾപൊട്ടലിൻ്റെയും മണ്ണൊലിപ്പിൻ്റെയും കാര്യം പറഞ്ഞ് ഞാനായിട്ട് തമ്മിൽ അടിയായി. ഇതെല്ലാം ഉരുളുപൊട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നതുണ്ടോ മൊത്തം. ഇതല്ലേ സംഭവം, അത് തന്നെ സംഭവം. രണ്ടും ഒന്നാ വച്ചേ. ഇങ്ങനെ വിണ്ട് കയറിയിരിക്കുക, ഉരുളോട്ട് വിണ്ട് കയറിയിരിക്കുന്നതെല്ലാം കണ്ടോ. വരുന്ന വഴിക്ക് ഞാൻ അവിടുത്തെ അമ്പലത്തിലൊന്ന് കയറി. അമ്പലം തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വേഗം തിരിച്ച് നടക്കുവാണേ. അവിടെ ചെന്നിട്ട് വേണം പള്ളിയിലോട്ട് പോകാനായിട്ട്. ഇവിടെ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലോട്ടുള്ള കയറ്റം ആയത് കാരണം കുറേ കയറ്റമുണ്ട്. കയറി ചെന്ന് മേളിലെത്തുമ്പോഴത്തേനും ഒരു വിധമാവും. നമ്മൾ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് കയറി. അങ്ങനെ വീടെത്തി. 5 അടിക്ക് നെടുവേർപ്പെടുന്നുണ്ടോ, എത്തിക്കിട്ടിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട്.